പ്രജി, ഈ വീണാമണിയുടെ കേസ് ശരിക്കും വീണാമണി CPM സംരക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു പ്രജിക്ക്? എനിക്കും അങ്ങനെയാ ചേട്ടാ തോന്നുന്നത്. കാരണം വീണാമണി ഇപ്പോൾ എവിടെയാണെന്നൊക്കെയുള്ള പലരും അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതൊക്കെ പലരും പറയുന്നുണ്ട്. അതിൽ CPM അന്വേഷിക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ CPM സത്യത്തിൽ ഇപ്പോൾ വീണാമണിയെ പേടിയായിട്ടുണ്ട്. കാരണം വീണാമണി ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നതിൽ ചില അവ്യക്തതകൾ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. ഈ പാർട്ടികളെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് കണ്ണൂർക്കാരിയാണ്. അപ്പൊ കണ്ണൂർ പൊളിറ്റിക്സ് എങ്ങനെയായിരിക്കും, ആർക്ക് എങ്ങനെയായിരിക്കും പണി കൊടുക്കണമെന്നൊക്കെ ഉള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ മലയാളപ്പുഴ മോഹനൻ അവരുടെ കയ്യിൽ ADM കൊലപ്പെടുത്തുന്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദേഹപരിശോധനക്ക് അടക്കം ആ ഒരു ചെറിയ എന്താ പറയുന്ന അരുന്ത് സ്ത്രീയെ അവര് കൂട്ടം ചേർന്ന് ആക്രമിക്കാനും ഒക്കെ നോക്കിയത് അതിന്റെ പേരിലല്ലേ? അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ വസ്തുതകൾ ഉണ്ട് എന്നുള്ളത് CPM അറിയാം. ഇനി വീണാമണിക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM തലയിലിരിക്കും. അതിനിപ്പോ വീണാമണി വെറുതെ നടന്നു പോകുമ്പോ വീണാലും അത് CPM തലയിലിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതില് നമ്മൾ പറയുമ്പോ പ്രജിത പറഞ്ഞ ഒരു സംഗതിയിൽ ഞാൻ നമ്മുടെ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എടുക്കുവാണ്. അതായത് അവരുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. മലയാളപ്പുഴ മോഹൻ പരിശോധിച്ചതുപോലെ ഡിജിറ്റൽ എവിഡൻസ് ഒന്നും ഉണ്ടാകില്ലെങ്കിലും അവർക്ക് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ നന്നായിട്ട് അറിയാം. അതൊരു പ്ലസ് പോയിന്റ് ആണ് അവരെ സംബന്ധിച്ച്. അത് CPM കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയും കൂടെയാണ്. രണ്ട്, അത് എങ്ങനെയെന്ന് വെച്ചാൽ കൈക്കൂലിപ്പാവി എന്ന് പറഞ്ഞു വരുത്തിയ പ്രശാന്തനും ബാച്ചും ഓരോ ഫയലിലും ജീവിതം ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് ആദർശം വിളമ്പിയ PP ദിവ്യയ്ക്കും അവർ തന്നെയായിരിക്കും ഒരു എതിരാളി എന്നുള്ളത്. ഈ PP ദിവ്യ ഓരോ ഫയലിലും ഓരോരുത്തരുടെ ജീവിതം ഉണ്ടെന്ന് പറയുമ്പോൾ ആന്തൂർ സാജനെ നമ്മൾ മറക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. പിന്നെ PP ദിവ്യ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വക്കാലത്ത് പറഞ്ഞത്? അനധികൃതമായിട്ട് പമ്പ് അനുവദിക്കാതെ ഇരുന്നതിന്റെ പുറത്താണ് അവിടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നേരെ ചൊവ്വയുള്ള ഒരു കാര്യത്തിന് അനുവദിക്കാതിരുന്നതുകൊണ്ടല്ല, നിയമം വിട്ടല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. PP ദിവ്യ എന്താ ചെയ്തെന്നറിയോ? പിണറായി വിജയനെ കൂടുതൽ തങ്ങളിലേക്ക് ചേർത്ത് നിർത്തുക. ബഹുമാനപ്പെട്ട പിണറായി, ഞാൻ അങ്ങയുടെ ഭക്തയാണ് എന്ന് ഒന്നുകൂടെ അറിയിക്കുകയായിരുന്നു. P ശശിയുടെ ഭക്ത പിന്നെ സ്വാഭാവികമായിട്ടും അല്ല, P ശശിയുടെ ഭക്തിമാർഗം വേറെ, പിണറായി ഭക്തിമാർഗം അല്ല. ഞാൻ പറഞ്ഞത് P ശശിയുടെ ഭക്തിയിലുള്ള ഒരാൾക്ക് പിണറായി ഭക്തി വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികം. അതെ, രണ്ട് അറ്റമാണെങ്കിലും. അതെ അതെ. അല്ല, പാർട്ടിയിൽ എന്തായാലും നമ്മൾ ചർച്ചയിൽ തുടങ്ങിയതുപോലെ തന്നെ വീണാമണി ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ എന്നെ ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് നമ്മുടെ ചാനലിലും മറ്റു ചില ചാനലുകളിലെയും പരാമർശം, അവര് ഏതാണ്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്കെതിരെ വരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെയും അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ഷാജഹാൻ സാറിന്റെ കാര്യമൊക്കെ സംസാരിച്ചു തുടങ്ങിയാൽ പുള്ളിക്കാരത്തി നിർത്തില്ല. അതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത്, PP ദിവ്യ എന്ന് പറയുന്ന പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തനായിരുന്നാലും പാർട്ടി സംരക്ഷിച്ചു നിർത്തുന്ന ഡ്രൈവർ ഷംസുദ്ദീൻ ആയിരുന്നാലും അവരെയൊക്കെ കുറിച്ച് ഒരു വേള ഈ അന്വേഷണം നല്ല രീതിയിൽ പോകും എന്നുണ്ടെങ്കിൽ ഈ അന്വേഷിക്കുന്നവർക്ക് ഈ പറയുന്ന വീണാമണിയിൽ നിന്നും കുറെ കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മൾ ഇതിൽ പലതവണ നമ്മുടെ ചർച്ചകളിൽ നമ്മൾ സിംഗിൾ ടോക്കും നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവരുടെ പേരെന്താ, റവന്യൂ ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ, ഒരു ഗീത IAS എന്ന ഉദ്യോഗസ്ഥ തയ്യാറാക്കിയ ഭൂമാഫിയയെ സംബന്ധിച്ചുള്ള കളക്ടർക്ക് പിന്നെ ഈ രേഖകൾ കളക്ടറുടെ കയ്യിൽ കിട്ടിയിരുന്നു. മൗന അനുവാദത്തോടെ ഇപ്പോൾ അവിടെ എത്ര പെട്രോൾ പമ്പുകൾ ADM നവീൻ ബാബു വന്ന ശേഷം കണ്ണൂർ അനുവദിച്ചു. അതിനുശേഷം ഈ പ്രശാന്തൻ എന്ന് പറയുന്നവൻ വരുന്നതിന് മുമ്പ്, പ്രശാന്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അനുവദിക്കുന്നതിന് മുമ്പ് നിയമങ്ങൾ നിരത്തിയാണോ ഇതെല്ലാം ചെയ്തത്? ഇതെല്ലാം ഗീത IAS റിപ്പോർട്ടിലുണ്ട്. അതൊരു വലിയ ബോംബാണ്. ആ ബോംബ് പോലെ തന്നെയാണ്, ഒരു സഞ്ചരിക്കുന്ന ബോംബാണ് വീണാമണി. കാര്യം അവരുടെ കയ്യിൽ അവർക്കറിയാം, കാസർഗോഡിൽ നിന്ന് വന്ന ആളാണ് ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അവിടുത്തെ CPM പല അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളും അദ്ദേഹം പിടിച്ചിരുന്നു. ഒരു വേള അവിടെയുള്ളവർ ഇത്രയും അദ്ദേഹത്തെ ത്രട്ടൺ ചെയ്തില്ല. അവരവിടുന്ന് ഇദ്ദേഹം കണ്ണൂരേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ ഈ പിണറായിക്കും CPM ഒരു കുഴപ്പമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ കുറേ അങ്ങ് പാർട്ടിക്കാർ തന്നെ അതിമതിക്കുമ്പോൾ
ഒരു തട്ട് കൊടുക്കാനായി അവരൊരാളെ അങ്ങ് നിയോഗിക്കും. ഈ റവന്യൂ ഉദ്യോഗസ്ഥനായി ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി അതായത് പിണറായി അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പൊ പാർട്ടിക്കകത്ത് കിടക്കുന്ന ചില ഉൾപാർട്ടി രാഷ്ട്രീയം, ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ എന്തുകൊണ്ട് ഒരു കോൺഗ്രസ് MLA ജയിച്ചു എന്നുള്ളൊരു വിഷയം വന്നു. അപ്പോൾ തോറ്റത് CPIയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, അത് പഴയ MLA ആണ്. അദ്ദേഹം പിണറായി കണ്ടപ്പോൾ എന്നെ നിങ്ങളുടെ പാർട്ടിക്കാർ തോൽപ്പിച്ചതാണ് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിണറായി പറഞ്ഞു പരിശോധിക്കാം, അതിലെല്ലാം ഉണ്ട്. ആ പരിശോധനയുടെ ഫലമാണ് P. വസന്തനും, നമ്മൾ രാഷ്ട്രീയം മാറിപ്പോവാണ് എന്നാൽ വിഷയം മാറിപ്പോവാണ്, എന്നാലും വസന്തൻ എന്ന കരുനാഗപ്പള്ളിയിലെ നേതാവിനെ പാർട്ടി തരം താഴ്ത്തിയത്. അപ്പൊ അതുപോലെ ഈ റവന്യൂ ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നത് ഇവിടുത്തെ അനധികൃതമായി. മാത്രമല്ല ഈ റവന്യൂ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഔദ്യോഗിക പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കൂടിയാണ്. അദ്ദേഹത്തിന്റെ സംഘടന പിന്നെ CPM സംഘടനയാണ്, നിൽക്കുന്ന ആളാണ്. കറകളഞ്ഞ ഉദ്യോഗസ്ഥനാണ്. അതായത് CPMന്റെ ഒരു പ്രത്യേകത കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന പദമാണ് അദ്ദേഹത്തിന് വിനയായത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും വിനയായത് അത് തന്നെയാണ്. രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇതിൽ പലതും കണ്ടുപിടിച്ചു. നമ്മൾ തന്നെ കേട്ടു ഏതെല്ലാം ഏരിയകളാണ് ദേവസ്വത്തിന്റെ ഭൂമി കയ്യേറിയത് അല്ലേ, പിന്നെ ആറളം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നടത്തിയ കാര്യങ്ങളും ഒക്കെ അറിയാം. അതിൽ കളക്ടർക്കാണ് പ്രധാന പങ്കുള്ളത്. കളക്ടർ അരുൺ കെ വിജയനാണ് പ്രധാന പങ്കുള്ളത്. അതെ, അതായത് ഫസ്റ്റ് ചെയർ എന്ന് പറയുന്ന കളക്ടറാണ്, ദെൻ സെക്കൻഡ് ചെയർ ADM ആവുന്നത്. അപ്പോൾ ഒരു പമ്പ് അനുവദിക്കാനായിരുന്നാലും അവിടെ എന്ത് പ്രവർത്തനങ്ങളായാലും ADM എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട ശേഷമേ ഫൈനൽ ഡിസിഷൻ, വെറുതെ ഒരു ഷൂ ഇദ്ദേഹത്തിന് വരയ്ക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഇവർ തമ്മിൽ ആശയപരമായിട്ട് ഭയങ്കര വിഷയമുണ്ടായിരുന്നു. കാര്യം ഇദ്ദേഹം പലപ്പോഴും മിണ്ടാറുണ്ടായിരുന്നില്ല, മുഖം കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഉൾപ്പെടെ ഈ ഗീത ASന്റെ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ പറഞ്ഞത് ഇവർ തമ്മിൽ രണ്ട് ഭാഗത്താണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ആശയപരമായിട്ട് ചേരാൻ കഴിയുന്നില്ല. കാര്യം ഉദ്യോഗസ്ഥരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറല്ല. കാര്യം ഈ ഫയൽ അയാളുടെ തിരിക്കുവാണ്, സാർ അതൊന്നും സാറിന്റെ അടുത്തേക്ക് വന്നില്ലല്ലോ എന്ന് പറയാൻ വരുന്ന ആൾക്കാർ ഒരുപാട് കള്ളന്മാരുടെ ഉണ്ടായിരുന്നു, ഈ മാഫിയക്കാര്. അപ്പൊ അയാൾ നശിച്ചവനെ കാസർഗോഡ് എന്ന് പറയുമ്പോഴും കാസർഗോഡും ഈ പാറമട ക്വാറി മാഫിയൊക്കെ ഏറെ ഉള്ള ഒരു സ്ഥലമാണ്. ഈ കണ്ണൂർ മുതൽ അങ്ങോട്ടേക്ക് ഒരു ബെൽറ്റാണിത്. അപ്പോൾ അവിടെ മുതൽ ഇവർ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വലിയ തട്ടുകാടില്ലാണ്ട് അദ്ദേഹം ഇപ്പുറത്തെത്തി. പക്ഷെ ഇപ്പുറത്ത് എത്തുമ്പോഴാണ് ഈ പമ്പിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ കാലൻ അതില് ഞാൻ പറഞ്ഞു വെച്ചത്, ക്ഷമിക്കണം പ്രേക്ഷകർ, അതായത് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഫയൽ എത്തുന്നതിന് മുമ്പ് വരുന്നവരോട് ഈ അനധികൃത ഇടപെടൽ നടത്തുന്നവരോട് പറയും അയാൾ ഒപ്പിട്ട് തരട്ടെ, അയാൾ ഒപ്പിട്ടെന്നല്ലേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം വരുന്നത്. അപ്പൊ ഇത്തരം കള്ളത്തരങ്ങളൊക്കെയും വീണാമണിക്കും അറിയാം. അതെ, വീണാമണി കണ്ണൂർ കളക്ടറേറ്റുമായി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്ന ഒരു വ്യക്തിയാണ്. അതെ, അദ്ദേഹത്തിനെ കണ്ടു. പിറ്റേ ദിവസം അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ വീണാമണി കളക്ടറേറ്റിൽ എത്തുകയും അവിടുത്തെ അവർക്ക് അറിയാവുന്ന ചില ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ, അവിടെ തന്നെയാണോ, ഓട്ടോറിക്ഷയിൽ തന്നെയാണോ അദ്ദേഹം പോയത്, മുനീശ്വരൻ കോവിലിൽ ഇറക്കിയോ എന്നൊക്കെ അവർ ചോദിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് ക്രൈമിന്റെ ഓഫീസിൽ വന്നപ്പോൾ അവർ സംസാരിച്ചതാണ്. മാത്രമല്ല അവർ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്നോ ചോദിച്ചോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അവിടുത്തെ CCTV എടുത്ത് നോക്കിക്കോളൂ. അത് അപ്പൊ അത്രയും അവർ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നിശ്ചയദാർഢ്യമുണ്ട്. പിന്നെ വീണാമണി എന്ന് പറയുന്നത് പേടിച്ചോടി പോകുന്ന ഒരാളല്ല. അതെ, അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അവർക്ക് ഈ ഗോവിന്ദനെതിരെയും ശ്യാമളക്കെതിരെയും മകനെതിരെയും MV ജയരാജനെതിരെയും ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഒരു വലിയ തെളിവുകളൊന്നും ഉണ്ടാവില്ല. പറച്ചിലിന് നമ്മൾ വില വെക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. മാത്രമല്ല ഇവർ പറഞ്ഞിട്ടുള്ള ചില സംശയങ്ങൾ ADM നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്, അവര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഇവര് വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ചിലര് വന്നിട്ട് പറയുമല്ലോ ഇവര് വെറുതെ നുണ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചുവിടുന്ന പലതും ഞാൻ കണ്ടു. പല വ്യക്തികളും ആവശ്യമില്ലാത്ത അവര് പോലീസിന്റെ വ്യക്തമാണെന്നൊക്കെ പറഞ്ഞു. ഈ കേസ് തിരിച്ചുവിടാൻ പോലീസ് തന്നെ പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ. എന്ത് മണ്ടത്തരമാണ് അതൊക്കെ.
അത് മാത്രമല്ല പലരും പല കോണിൽ നിന്ന്, അതായത് ഈ CPM-ന്റെ സൈബർ വിങ് ഉണ്ടല്ലോ, അപ്പൊ അവർ ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട് ഇവരെ. എന്തിന്? ADM നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ എം വി ജയരാജൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എം വി ജയരാജൻ മാത്രം ചേട്ടാ, പല സ്ഥലങ്ങളിൽ നിന്ന്, പല സൈബർ വിങ്ങുകളിൽ നിന്ന് പല പ്രചാരണങ്ങളും ഉണ്ടായി. ആ വിങ് തന്നെയാണ് ഇപ്പൊ വീണാമണിയും ഇത്തരത്തിലൊരു ആളാണ്, നുണ പറയുകയാണ് എന്ന് പറയാനുള്ള വ്യഗ്രത കാണിക്കുന്നത് എന്നാണ് മനസ്സിലായത്. അവരിവിടെ തന്നെയുണ്ട്, അവർക്കെങ്ങും പോകേണ്ട കാര്യമില്ല. അവർക്ക് കണ്ണൂരിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ചങ്കുറപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് CPM-നാണ് സത്യത്തിൽ ഇവരെ ഇപ്പോൾ സംരക്ഷിക്കേണ്ട ബാധ്യത വരുന്നത്. ശരിക്കും ഇവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത വന്നിട്ടുണ്ട്. കാരണം ഇനിയിപ്പോ മലയാളപ്പുഴ മോഹനൻ പറഞ്ഞ പോലെ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിലോ, മോഹന് അത്രയും സംശയം തോന്നണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എത്രത്തോളം മലയാളപ്പുഴ മോഹൻ എന്ന ആട്ടിൻ തോലിട്ട ചെന്നായെ ഈ പൊതുജനത്തിന്റെ മുന്നിൽ വെളിച്ചത്ത് കൊണ്ടുവന്ന വീണാമണിയാണ്. പത്തനംതിട്ട CPM-ന്റെ മുതലക്കണ്ണീര് അവസാനിക്കുന്നു അല്ലെ? പത്തനംതിട്ട CPM ശരിക്കും മുതലക്കണ്ണീര് കാണിച്ചതാണ്. ഇനിയിപ്പോ ജില്ലാ സമ്മേളനമൊക്കെ വരുന്നുണ്ട്, നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം. വീണാമണി ഇവിടെ തന്നെയുണ്ട്. വീണാമണി CPM-ന് ഒരു തലവേദനയാണ് ആയതുകൊണ്ട് തന്നെ ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കും. ആയതുകൊണ്ട് വേറെ ഒന്നുമില്ല ചേട്ടാ, വീണാമണിയെ സംരക്ഷിക്കേണ്ടത് സത്യം പറഞ്ഞാൽ CPM-ന്റെ ബാധ്യത തന്നെയാണ്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരിനി വെറുതെ പോകുമ്പോൾ ഒന്ന് അടിച്ച് വീണാലും ഇവരുടെ മരണത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഇവരുടെ വീഴ്ചയ്ക്ക് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ച് ജനം പോകും. അവര് ഇരിക്കട്ടെ, അവര് ജീവിച്ചിരിക്കട്ടെ, അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. പല കള്ളങ്ങളും പുറത്ത് കൊണ്ടുവരേണ്ടതാണ്. നമുക്ക് വീണാമണിയുടെ അടുത്തുള്ള നീക്കങ്ങൾക്കും കാതോർത്തിരിക്കാം. നന്ദി, നമസ്കാരം.